മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 58 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഉള്ള പഠനമാണ് നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അത് കർത്താവ് തന്നെയാണ് ആ വിഭജനം നടത്തിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം അത് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ യോഹന്നാൻ കാണുന്ന ദർശനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: 1 നീ കണ്ടത്, 2 ഇനിയും ഇപ്പോഴുള്ളത്, 3 മേലാൽ സംഭവിപ്പാനുള്ളത്. അങ്ങനെ 3ആയിട്ട് അതിനെ വിഭജിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മുമ്പേ ചിന്തിച്ചതാണ്. നാം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യത്തെ 2 സംഭവങ്ങളെ കുറിച്ചാണ് നാം ശ്രദ്ധിച്ചത്. അതിൻ്റെ ഭൂതകാലത്തിൽ കണ്ട കാര്യമാണ്, ഭൂതകാല സംഭവമാണ് നീ കണ്ടത്. വർത്തമാനകാല സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. അത് രണ്ടും നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ് 4-ാം അധ്യായം മുതൽ അതിൻ്റെ 22-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നുമാണ് അല്പകാര്യം നാം ശ്രദ്ധിച്ചത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ആ സംഭവങ്ങൾ ദർശിച്ചത്. ഈ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ പത്മോസ് ദ്വീപിൽ താനായിരുന്നു. താൻ ആത്മവിവശനായി സ്വർഗത്തിലെ ദർശനങ്ങൾ അവിടെ കാണുകയുണ്ടായി. എന്നാൽ ഭാവി സംഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ രംഗസ്ഥലം അത് മാറുകയാണ്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഈ ഭൂമിയിൽ വെച്ചാണ് യോഹന്നാൻ കണ്ടത്. എന്നാൽ 4-ാം അധ്യായം മുതൽ അവിടെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദർശനത്തിന്റെ രംഗസ്ഥലം ഭൂമിയിൽ നിന്ന്
സ്വർഗത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 1-ാം അധ്യായം കഴിഞ്ഞ എപ്പിസോഡിൽ എളുപ്പമായി ചിന്തിച്ചു. നമ്മൾ 2-ാം അധ്യായം 2 മുതലുള്ള അധ്യായങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സിംഹാസനം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് നാം കാണും. അവിടെ അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഉടനെ ഞാൻ ആത്മവിവശനായി, 4:2, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. വെളിപ്പാട് പുസ്തകം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിംഹാസനങ്ങളുടെ ഒരു പുസ്തകമായിട്ട് ഇതിനെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ സ്വർഗ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം 11 പ്രാവശ്യം ഈ സിംഹാസനം എന്ന വാക്ക് നമുക്ക് ആവർത്തിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ചൊരിയപ്പെടുന്ന ന്യായവിധിയും സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന കർത്താവിന്റെ അധികാരത്തെയും പൊതുവെ ഈ സിംഹാസനങ്ങൾ പ്രകടമാക്കുന്നതായിട്ട് നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാലാം അധ്യായം സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ കാണുന്ന ചില കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു 6 കാഴ്ചകൾ 6ആയിട്ട് അവിടെ തരം തിരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ അവിടെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് 4-ാം അധ്യായം 3-4 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 3-ാം അധ്യായം 3-ാം വാക്യം 2-ാം ഭാഗത്ത് സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ പച്ചവില്ല്, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. അപ്പോൾ ഒന്നാമത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയാണ് കാണുന്നതെങ്കിൽ രണ്ടാമത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ആ 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് 5-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന സിംഹാസനത്തിൽ നിന്ന് എന്നുള്ളതാണ്. ഒന്ന്, നാം ചിന്തിച്ചു സിംഹാസനത്തിൽ ആയിരിക്കുന്ന കാര്യം. 2, സിംഹാസനത്തിന് ചുറ്റുമുള്ള കാര്യം. 3, സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന കാര്യം. 4-മതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 5ഉം 6ഉം വാക്യത്തിൽ തന്നെയാണ്. അവിടെ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്ന് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 5-മതായിട്ട് സിംഹാസനത്തിന്റെ നടുവിൽ, അതിന്റെ 6-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സിംഹാസനത്തിന്റെ നടുവിൽ ഉള്ള കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. 6-മതായിട്ട് സിംഹാസനത്തിലേക്ക്, അഥവാ 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ
യോഹന്നാന്റെ ദർശനം സിംഹാസനത്തിലേക്ക് തിരികെയാണ്. അവിടെ ഒരു ആരാധനയുടെ ദൃശ്യമാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്ന ഒരു ദർശനമാണ് ആ 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതൊന്നുകൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട്, സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. 3, സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങൾ. 4, സിംഹാസനത്തിന് മുമ്പിൽ കണ്ട കാര്യങ്ങൾ. 5, സിംഹാസനത്തിന് നടുവിൽ കണ്ടതായ ആ ദർശനം. 6, സിംഹാസനത്തിലേക്ക് അവിടെ ഒരു ആരാധനയുടെ ചിത്രം നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 4-ാം അധ്യായം നാം അത് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. എങ്കിലും ഈ നിലയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. സമയത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ആ നിലയിൽ മാത്രമേ ചിന്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ജനം അറിഞ്ഞിരിക്കണമെന്ന് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം,